കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ വരെ ആക്രമിക്കുന്ന നായകളോട് അവിടെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കുന്ന ആൾക്കാരാണ്. ഭക്ഷണം മാത്രം മതിയോ നായ്ക്കൾക്ക്? പോരാ, സ്റ്റാഫ് വേണം, ആംബുലൻസ് വേണം. BJP കൗൺസിലർമാരുള്ള സ്ഥലത്തുനിന്ന് പുറഞ്ചം പിടിക്കുകയാണ്. പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം നായ്ക്കളെ പിടിക്കുക. ഭക്ഷണം കൊടുക്കുന്നവരെ പിടിച്ചു കെട്ടിടോ പോലീസിന്റെ അടുത്ത് എത്തിക്കുകയല്ല വേണ്ടത്. ഞങ്ങൾ കണ്ടെത്തിയ ഞങ്ങൾ നടത്തും. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ആർക്കും അറിയില്ല. ABC ഞാൻ വേണേ 37 പ്രാവശ്യം ഇവിടുന്ന് പറയാം. അതുകൊണ്ടാണ് ഷെൽട്ടർ അല്ല അവസാന വാക്ക്. സുപ്രീം കോടതി പറഞ്ഞത് നടപ്പിലാക്കിയാൽ മാത്രം മതി. ഏത് കാട്ടിലോ ഏത് കൂട്ടിലോ പുറത്തെ ചതുപ്പിലോ ഞങ്ങളുടെ കൺമുന്നിൽ ജീവിച്ച നായ്ക്കളെ ന്യായം എവിടെ, നീതി എവിടെ? ഇക്കഴിഞ്ഞ സുപ്രീം കോടതിയിൽ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു വിധിന്യായം വന്നതിന് ശേഷം അതിനെ വ്യാപകമായിട്ട് തെറ്റായ രീതിയിൽ വ്യാഖ്യാനം ചെയ്ത് എല്ലാ മീഡിയകളും ഇതിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരും വളരെ വ്യാപകമായ പ്രചരണം കൊടുത്തിരുന്നു. അതായത് നായ്ക്കളെ ദയാവധം ചെയ്യാം, നായ്ക്കളെ എല്ലാം ഷെൽട്ടറിൽ പാർപ്പിക്കണം, റോഡിൽ നായ്ക്കൾ പാടില്ല, അങ്ങനെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങളായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് പൊതുസ്ഥാപനങ്ങൾ, അതായത് സ്കൂൾ, കോളേജ്, ആശുപത്രികൾ, അതുപോലെയുള്ള മൈതാനങ്ങൾ, അതുപോലെയുള്ള സ്ഥലങ്ങളിലുള്ള നായ്ക്കളെ മാത്രം ഷെൽട്ടറുകളിൽ പാർപ്പിക്കുകയും ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ABC റൂൾസ് 2002 വന്ന ABC റൂൾസ് ആയിരിക്കും എല്ലാത്തിനും ഒരു അടിസ്ഥാനമായിട്ടുള്ളത്. ABC റൂൾസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു പുതിയതായിട്ടൊരു കോർപ്പറേഷൻ കൗൺസിൽ സ്ഥാനാരോഹണം നടത്തിയപ്പോൾ അവർ വന്ന ഉടനെ തന്നെ ഇത് ഒരു അജണ്ടയായിട്ടെടുത്ത് അവർക്ക് വോട്ട് കിട്ടാനായിട്ട് അവർ ഉപയോഗിച്ച ഒരു തന്ത്രമാണിത്. അതായത് തെരുവുനായ വിഷയത്തിൽ അവർ ഇടപെട്ട് സമാധാനം ഉണ്ടാക്കാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഇലക്ഷന് മുമ്പ് അവർ വന്ന് കയറിയത് മുതലേ ഒരു മുന്നൊരുക്കവും ഇല്ലാതെ നായ്ക്കളെ പിടിച്ച് ഷെൽട്ടറുകളിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വെറുതെ എല്ലാ സ്ഥലങ്ങളിലും നിന്നും നായ്ക്കളെ പിടിച്ചിട്ട് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ആർക്കും അറിയില്ല. 162 ദിവസം ചേങ്കോട്ട് കോണത്തുനിന്ന് ഒരു ലേഡിയുടെ അവിടെ നിന്ന് പിടിച്ച നായ്ക്കളെ 43 നായ്ക്കളെ, ഞങ്ങൾക്കെല്ലാം അതിന്റെ കണക്കുണ്ട്, ഞങ്ങൾക്ക് എൻ്റെ എല്ലാ ഫോട്ടോസ് വീഡിയോസും ഒക്കെ ഉണ്ട്. 162 ദിവസമാണ് ABC സെന്ററിൽ പാർപ്പിച്ചത്. 5 ദിവസമാണ് ഒരു നായെ ഒരു ABC സെന്ററിൽ പാർപ്പിക്കാനായിട്ട് നിയമപരമായിട്ട് അനുവദിച്ചിട്ടുള്ളൂ. 162 ദിവസം സൂര്യപ്രകാശം കടക്കാതെ ഒരു ഹാളിനകത്ത് അടച്ചിട്ടു. ഇവർക്ക് നടക്കാനോ എഴുതിയേക്കാനോ ഒരു കൂട്, കുഴപ്പമില്ലാത്തൊരു കൂട്. കോർപ്പറേഷന് ഷെൽട്ടർ ഇല്ല, അവർക്ക് ഷെൽട്ടർ ഇല്ല. കോട്ടൂരെ ഷെൽട്ടറോ? കോട്ടൂരെ ഷെൽട്ടർ കോഴി ഫാമാണ്. സാധാരണ സ്കൂളിലും അതുപോലെ തന്നെ കോളേജുകളുടെ പരിസരത്തും ആശുപത്രിയുടെ പരിസരത്തും നിറഞ്ഞു നടക്കുന്ന പ്രശ്നക്കാരായ ആക്രമണ സ്വഭാവമുള്ള നായ്കളെ പിടിച്ചുകൊണ്ടുപോയി അവയ്ക്ക് വിദഗ്ധമായ ചികിത്സ നൽകുകയൊക്കെ ചെയ്യാണ് കോർപ്പറേഷൻ ചെയ്യുന്നത്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കുന്ന ആൾക്കാരാണ്. സാധാരണക്കാരായ കുട്ടികളെ അതുപോലെ തന്നെ പാവപ്പെട്ടവരെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ വരെ ആക്രമിക്കുന്ന നായകളോട് ഞങ്ങളുടെ ആവശ്യം ഇത്രേ ഉള്ളൂ. സുപ്രീം കോടതി പറഞ്ഞത് നടപ്പിലാക്കുക. സുപ്രീം കോടതി പറഞ്ഞത് നടപ്പിലാക്കിയാൽ മാത്രം മതി. 13 ഡയറക്റ്റീവ്സ് തന്നിട്ടുണ്ട് സുപ്രീം കോടതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം നായ്ക്കളെ പിടിക്കുക. പൊതു ഇടത്തുനിന്നല്ല, നിങ്ങളുടെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ മുമ്പിൽ നിന്നല്ല, തെരുവിൽ നിന്നല്ല. നിങ്ങൾ ഈ വഴി കൂടെ പൊതു നായ്ക്കളെ പിടിക്കാൻ അനുവദിച്ചിട്ടില്ല. അതിനെ ABC പ്രകാരം അതിനെ പിടിച്ച് അതിനെ വന്ധ്യംകരിച്ച് തിരിച്ച് അവിടെ വിടണം. പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ പിടിക്കാൻ അനുവാദം ഉള്ളൂ. പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് പിടിച്ചിട്ട് ഏറ്റവും നല്ല ഫെസിലിറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് മാനദണ്ഡം. 24 മണിക്കൂർ മെഡിക്കൽ ഫെസിലിറ്റി ഉള്ള, ഡോക്ടറുള്ള, 2 നേരം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പറ്റുന്ന, ഓടി നടക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുക. അവിടെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. അവർക്ക് വാക്സിനേഷൻ ചെയ്യണം, അവരെ ന്യൂട്രി ചെയ്യണം.
നല്ല ഭക്ഷണം കൊടുക്കണം, മെഡിക്കൽ ഫെസിലിറ്റി വേണം. ഇത്രയുമുള്ളൊരു ഷെൽട്ടറിലേക്ക് പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് പിടിക്കുന്ന നായ്ക്കളെ മാറ്റാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോർപ്പറേഷന് അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല. വിഴിഞ്ഞത്ത് ഷെൽട്ടർ ഇല്ല. വിഴിഞ്ഞത്തുള്ള ആ ലേഡിയുടെ ഷെൽട്ടറിനകത്ത് എല്ലാം കൂടെ കുറച്ച് നായ്ക്കളെ കൊള്ളുമായിരുന്നു. അവിടെ കുറെ കൂടുതൽ നായ്ക്കളെ കൊണ്ടിട്ടതോടെ വലിയ പ്രശ്നമായി. നാട്ടുകാരിറങ്ങി പ്രശ്നമാക്കി. അതിനകത്ത് ഒരു നായക്ക് പേ പിടിച്ചു. ആ നായ വേറെ കുറെ ഡോഗ്സിനെ കടിച്ചു. ഇതാണ് ഒരുമിച്ച് കൂട്ടിയിട്ടാലുള്ള പ്രശ്നം. ഒരു നായ്ക്ക് ഒരു അസുഖം വന്നാൽ ആ പ്രദേശത്തുള്ള എല്ലാ നായ്ക്കൾക്കും വരും, എല്ലാ മനുഷ്യർക്കും വരും. സൂനോട്ടിക് ഡിസീസസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ട്. ഒരു കൂട്ടം നായ്ക്കളെ ഒരു സ്ഥലത്ത് പാർപ്പിച്ചാൽ അവരിൽ നിന്ന് ഉദ്ഭവിക്കുന്ന മനുഷ്യർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങൾ വരും. അതുകൊണ്ടാണ് ഷെൽട്ടർ അല്ല അവസാന വാക്ക്. ഷെൽട്ടർ ഒരു സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് അല്ല. ഞങ്ങൾക്ക് ഷെൽട്ടർ ഉണ്ട്. ഞങ്ങളുടെ ഷെൽട്ടർ റെസ്ക്യൂ ഷെൽട്ടർ ആണ്. റെസ്ക്യൂ ഷെൽട്ടർ ഇസ് ഡിഫറെന്റ്. ഞങ്ങൾ കണ്ടെത്തിയ ഞങ്ങൾ നടത്തും. മനസ്സിലായി? ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ 1.5 ഏക്കർ സ്ഥലം ഞങ്ങൾ പ്രോജക്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 ഉണ്ട്. കോർപ്പറേഷന് പ്രോജക്ട് സമർപ്പിച്ചു. കോർപ്പറേഷന് മേയറെ കണ്ട് സംസാരിച്ചു. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഒരു ഹ്യൂജ് ഷെൽട്ടറിൽ ആയിരക്കണക്കിന് നായ്ക്കളെ കൊണ്ടുവന്നിടുക അല്ല അതിന്റെ പരിഹാരം. എന്ന് ഡീസെൻട്രലൈസ്ഡ് ഷെൽട്ടേഴ്സ് ആണ്. എന്നുവെച്ചാൽ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിനോട് ചേർന്ന് ഒരു ചെറിയ ഷെൽട്ടർ, ആ പ്രദേശത്തുള്ള നായ്ക്കൾക്ക് സുഖമില്ലാത്ത നായ്ക്കളെ അങ്ങോട്ടേക്ക് മാറ്റുക, പൊതുസ്ഥാപനങ്ങളിലെ നായ്ക്കളെ അങ്ങോട്ട് മാറ്റുക, ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള അഡോപ്ഷൻ ഡ്രൈവ് നടത്തുക, അവിടെ തന്നെ ഒരു ഫീഡിംഗ് യൂണിറ്റ് ഉണ്ടാക്കുക. ഇതൊക്കെ വളരെ നടക്കുന്ന കാര്യം. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഒരു നായക്ക് ഒരു ദിവസം എത്ര രൂപ വേണം ഭക്ഷണം കഴിക്കാൻ? പറയൂ. ഒരു ദിവസം ഒരു നായക്ക് ഒരു 50 രൂപ വേണം. ഈ തിരുവനന്തപുരം നഗരത്തിൽ 8000-ഓളം നായ്ക്കളാണ്. 8000 × 50 ഒരു ദിവസം എത്ര രൂപ കോർപ്പറേഷൻ ചെലവഴിക്കണം ഭക്ഷണത്തിന് മാത്രം? ഭക്ഷണം മാത്രം മതിയോ നായ്ക്കൾക്ക്? പോരാ. സ്റ്റാഫ് വേണം, ആംബുലൻസ് വേണം, കാച്ചേഴ്സ് വേണം, വാക്സിനേഷൻസ് കൊടുക്കണം, മെഡിസിൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എക്സ്പെൻസ് ആണ്. ആ ഹ്യൂജ് എക്സ്പെൻസ് അടുത്ത 12 വർഷം ഇങ്ങോട്ട് ഒരു പൈസ കിട്ടാതെ ചെലവഴിച്ചുകൊണ്ടിരിക്കാൻ കേരളത്തിലെ ഏത് കോർപ്പറേഷന് സാധിക്കും? നിങ്ങൾ പറയൂ. വാട്ട് ഈസ് ദ ലോജിസ്റ്റിക്സ്? മാർഗമാണ് ABC എന്ന് പറയുന്നത്. കാരണം പിടിക്കുക, ന്യൂട്രി ചെയ്യുക, വന്ധ്യംകരിക്കുക, തിരിച്ചുവിടുക, ഫീഡ് ചെയ്യുക. ഇതാണ് കോർപ്പറേഷൻ ചെയ്യേണ്ടത്. വയലൻസ് പറയുന്ന ആഹാരം കിട്ടാത്തതുകൊണ്ടാണ് സാറിന് ആഹാരം കിട്ടിയില്ലെങ്കിൽ സാറുടെ ചിരി കാണത്തില്ല. മനസ്സിലായോ? സാറിന് ഒരു ദിവസം നിങ്ങൾ വെയിലത്തിരിക്കും ആഹാരം കിട്ടാതെ, നിങ്ങളുടെ സ്വഭാവമേ മാറും. എക്സാക്ട്ലി അതാ സംഭവിക്കുന്നത്. ഈ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കുന്നവരെ പിടിച്ചു കെട്ടി പോലീസിന്റെ അടുത്ത് എത്തിക്കുകയല്ല വേണ്ടത്. അല്ല ഞങ്ങളുടെ കയ്യിൽ അതിന്റെ രേഖകളുണ്ട്. അവർ BJP കൗൺസിലർമാരുള്ള സ്ഥലത്ത് നിന്ന് പുറഞ്ചം പിടിക്കുകയാണ്. ഇവരുടെ വീടിന്റെ മുന്നിൽ നിന്ന് എന്റെ വീടിന്റെ മുന്നിൽ നിന്ന് SIT ഹോസ്പിറ്റലിൽ പിടിച്ചാൽ എന്റെ വീടിന്റെ മുന്നിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. എന്റെ വീടിന്റെ മുന്നിൽ നിന്ന് പിടിക്കാൻ പാടില്ല. കാര്യം എന്ന് വെച്ചാൽ അത് നിയമവിരുദ്ധമാണ്. എന്റെ വീടിന്റെ മുന്നിൽ, ഇവരുടെ വീടിന്റെ മുന്നിൽ, ഇവിടെ നിൽക്കുന്ന പലരുടെ വീടിന്റെ മുന്നിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അതാണ് ചോദിച്ചു നോക്കും. നിങ്ങൾ എല്ലാവരും ചോദിക്കാം വീടിന്റെ മുന്നിൽ നിന്ന് പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്തെങ്കിലും പറയരുത്. ഞങ്ങളുടെ കണക്ക് വെച്ച് ഞങ്ങൾ സംസാരിക്കുന്നത്. അവിടെ നിന്ന് പിടിച്ച നായ്ക്കളെ നല്ല ഫെസിലിറ്റിയോട് മാറ്റി ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ. പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് പിടിച്ചിട്ട് നിങ്ങൾ ബെസ്റ്റ് ഫെസിലിറ്റി കൊടുക്കൂ. ഞങ്ങളുടെ ആദ്യ ചോദ്യം ഇത്രേ ഉള്ളൂ. 800 നായ്ക്കളെ പിടിച്ചു എന്ന് പറയണു. അദ്ദേഹം പറഞ്ഞ 800 നായ്ക്കളെ മിനിഞ്ഞാന്നും കൂടെ പറഞ്ഞു. അത് എവിടെ കാണിക്കൂ? 800 നായ്ക്കളെ. അപ്പോട്ടെ 200 നായ്ക്കൾ മരിച്ചു നിൽക്കാം. ബാക്കി 600 നായ്ക്കളെ കാണിക്കൂ. ABC മാത്രമേ നടക്കൂ. അതല്ലേ സുപ്രീം കോടതി 37 പ്രാവശ്യം പറഞ്ഞത്. ABC ഞാൻ വേണേ 37 പ്രാവശ്യം ഉണ്ടെന്ന് പറയാം. 37 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ABC മാത്രം നടത്തൂ. ഓൺലി ABC പ്രിവെയിൽസ്. ഇന്നത്തെ സമരത്തിന്റെ ഉദ്ദേശം സുപ്രീം കോടതിയുടെ ഓർഡറും കൃത്യമായിട്ട് പാലിക്കുക. സുപ്രീം കോടതി എന്ത് പറഞ്ഞു അത് പാലിക്കാം. ഇദ്ദേഹം അഡ്വക്കേറ്റ് ആണല്ലോ രാജേഷ്. അദ്ദേഹം വായിച്ചു നോക്കട്ടെ സുപ്രീം കോടതി ഓർഡർ എന്താണ്. ഷെൽട്ടർ എവിടെ? ഈ പറയുന്ന ഷെൽട്ടർ ഞങ്ങൾ ഏത് BJP കൗൺസിലറോട് ചോദിച്ചാലും അവർക്കൊരു കൃത്യ ഉത്തരവുണ്ട്. ഒരു BJP കൗൺസിലറോട് ചോദിക്കണം, നിങ്ങളുടെ വീടിന്റെ മുന്നിൽ നിങ്ങൾ ഇങ്ങനെ നായ്ക്കളെ പിടിച്ച് എവിടെയായി കൊണ്ടുപോകുന്നത്? അത് ഞങ്ങളുടെ മേയർ ഒരു ഗംഭീര ഷെൽട്ടർ തുടങ്ങിയിട്ടുണ്ട്. അതാണ്. എവിടെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആരും കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല. ഈ ഷെൽട്ടർ എനിക്കൊന്നും വേറെ കണ്ടിട്ടില്ല. തുടരുമല്ല, ഞങ്ങൾ കോടതിയിലാണ് പോണത്. നേരെ ഇവിടെ നിങ്ങൾ തൽക്കാലം നേരെ ഞങ്ങൾ പോകുന്ന കോടതിയിൽ.